Our hearts beat to the city streets. ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് ഡെറാഡൂണിലെ പസഫിക് മാള് കാണാനാണ് കേട്ടോ. ശ്രീനഗറിലൊരു മാളില്ലാത്തതിൻ്റെ കുറവ് ഞാൻ പലപ്പോഴും നികത്തിയിട്ടുള്ളത് ഇതുപോലെ ഡെറാഡൂണിലൊക്കെ വരുമ്പോഴാണ് കേട്ടോ. ഇവിടേക്കാണെങ്കിലും മുട്ടിന് മാളുകളാണ്. ഒന്നും മേടിച്ചില്ലെങ്കിലും ചുമ്മാ ഇങ്ങനെ കറങ്ങി നടക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇവിടെയുള്ള എല്ലാ കടകളിലും ഒരുപാട് നല്ല കളക്ഷൻസും അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഓഫേഴ്സും ഉണ്ട് കേട്ടോ. നമ്മുടെ നാട്ടിലെ പോലെ ഒരുപാട് തിരക്കുകളും കാര്യങ്ങളും ഒന്നും ഇവിടുത്തെ മാളുകളിൽ ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ല കേട്ടോ. കുറച്ചൊരു കാമായിട്ടുള്ള ഒരു അടിപൊളി ആയിട്ടുള്ള ഒരു അന്തരീക്ഷമാണ് എപ്പോഴും ഇവിടേക്ക് ഉണ്ടാവുക. ഇവിടെ ഇങ്ങനെ ലവ് കാർണിവലിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് കാര്യങ്ങളൊക്കെ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല ഭംഗിയാണ് ഓരോന്നും കാണാനായിട്ട്. ഇതുപോലുള്ള മോൾസിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഞാൻ മിസ് ചെയ്യാത്തൊരു സ്ഥലമാണ് കേട്ടോ. ഇങ്ങനെ ഗിഫ്റ്റ് ഐറ്റംസ് ഒക്കെ വിൽക്കണ ഓരോരോ കടകളൊക്കെ എനിക്ക് എത്ര കണ്ടാലും ഇതുപോലുള്ള ഐറ്റംസ് ഇങ്ങനെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എല്ലാത്തിനും വിലയൊക്കെ നോക്കി അങ്ങനെ ഷോപ്പൊക്കെ ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ നല്ല ആർട്ടിഫിഷ്യൽ ചെടികളും പിന്നെ ഒറിജിനൽ ചെടികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെയൊക്കെ റേറ്റ് കാര്യങ്ങളൊക്കെ അവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. എല്ലാം നല്ല ക്ലാസിക് അടിപൊളി ഐറ്റംസ് ആയിരുന്നു കേട്ടോ. ഇതുപോലുള്ള ഐറ്റംസ് ഒക്കെ നമ്മുടെ നാട്ടിലും ഞാൻ മോൾസിലൊക്കെ കണ്ടിട്ടുണ്ട് കേട്ടോ. ചെടികൾക്കൊക്കെ ഒത്തിരി റേറ്റ് കൂടുതലാണെന്ന് എനിക്ക് തോന്നി കേട്ടോ. പ്ലാസ്റ്റിക് ചെടികൾക്കും അത്യാവശ്യം റേറ്റ് ഉണ്ടായിരുന്നു. പിന്നെ പാത്രങ്ങൾക്കൊക്കെ നല്ല ഓഫേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഡിന്നർ സെറ്റിനൊക്കെ. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഷോപ്പാണ് കേട്ടോ മാർക്കറ്റ് 99 ഹോം സെൻറ്റേഴ്സും ഒക്കെ. വിൻ്റർ ടൈം ആയതുകൊണ്ട് തന്നെ വിൻ്റർ കുർത്തീസ് കാര്യങ്ങൾ അങ്ങനെയുള്ള ഐറ്റംസിനൊക്കെ റേറ്റ് കുറവായിരുന്നു കേട്ടോ. ഇത്രയും ഓഫറുള്ള ഒരു മോൾ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത്. അത്രയും എവിടെ നോക്കിയാലും ഓഫേഴ്സും കാര്യങ്ങളും ഒക്കെ തന്നെയായിരുന്നു അവിടെ ഉണ്ടായത്. ഇതുപോലെയുള്ള കപ്സൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ എവിടെ പോയാലും ഇതുപോലുള്ള കപ്സ് മേടിക്കും കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. 69 റുപ്പീസ് ഇങ്ങനെ ഉണ്ടായിരുന്നുള്ളൂ ഒരു കപ്പിന്. അപ്പോൾ എനിക്ക് ഭയങ്കര ക്രേസാണ് ഇതുപോലെയുള്ള ഐറ്റംസൊക്കെ ഇങ്ങനെ ശേഖരിച്ച് വെക്കണം അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ സിമ്പിൾ ബഡ്ജറ്റിലാണ് ഞാൻ അധികം മേടിക്കാനായിട്ട് നോക്കാറ്. ഇതൊരു 4 ഫ്ലോർ വരുന്ന വലിയൊരു മോളാണ് കേട്ടോ പസഫിക് മാള്. അങ്ങനെ അവിടെ നിന്ന് കുറച്ച് നടന്നപ്പോൾ തന്നെ നമുക്ക് വുഡ്ലാൻഡിൻ്റെയും ക്രോക്സിൻ്റെയും ഒക്കെ ഷോപ്പ് കണ്ടു കേട്ടോ. അടിപൊളിയായിരുന്നു. എല്ലാത്തിലും ഓഫർ ഉണ്ടായിരുന്നു. പിന്നെ ഞാനിതാ എൻ്റെ ഫേവറേറ്റ് പ്ലേസിലെത്തി കുർത്താസൊക്കെ നോക്കി കേട്ടോ. പക്ഷേ വിൻ്റർ കഴിയാത്തതുകൊണ്ട് തന്നെ ഇപ്പോൾ മേടിച്ചിട്ട് കാര്യമില്ല എന്നുള്ളതുകൊണ്ട് ഞാൻ അവിടെ തന്നെ വെച്ചു. പിന്നെ കുറേ ടോയ്സിൻ്റെ ഭാഗത്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ ഋഷിക്കുട്ടന് ഭയങ്കര കൺഫ്യൂഷനാണ്. പിന്നെ അവനും കുറച്ച് ഡ്രസ്സൊക്കെ കാര്യങ്ങളൊക്കെ സെലക്ട് ചെയ്ത് നോക്കി. ഞാൻ അതേ പ്ലേസ് തന്നെയായിരുന്നു കേട്ടോ കുർത്താസൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അതും നോക്കി കേട്ടോ. കുട്ടികളുടെ ഡ്രസ്സൊക്കെ കാണാൻ നല്ല അടിപൊളിയാണ്. പ്രത്യേകിച്ച് ഗേൾസിൻ്റെ ഡ്രസ്സ്, കുഞ്ഞു കുട്ടികളുടെ ഡ്രസ്സ്. ഋഷിക്ക് എന്ത് എടുത്തു കൊടുത്താലും അവന് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് കൺഫ്യൂഷനാണ് അവൻ മേടിക്കാൻ. അവൻ്റേതായിട്ടുള്ള ചോയ്സ് കാര്യങ്ങളൊക്കെ ഇപ്പോഴേ ഉണ്ട് കേട്ടോ. അങ്ങനെ അവന് ഇഷ്ടപ്പെട്ട 2-3 ഐറ്റംസൊക്കെ എടുത്തു അവന് വേണ്ടിയിട്ട്. ആദ്യമൊക്കെ ഞാൻ ഇപ്പോൾ എവിടെ പോവുകയാണെങ്കിലും എനിക്ക് വേണ്ടിയുള്ള ഐറ്റംസ് ആയിരുന്നു കേട്ടോ ഓവറായിട്ട് നോക്കുക. പക്ഷേ ഋഷി ഉണ്ടായതിനു ശേഷം കൂടുതലായിട്ടും അവനുള്ള ഐറ്റംസാണ് നമ്മൾ ആ ഒരു ഏരിയയിലേക്കായി പോകും നമ്മൾ. എനിക്ക് തോന്നുന്നു ഒരുവിധം എല്ലാ അമ്മമാരും ഏകദേശം അങ്ങനെ ഒരു ടൈപ്പൊക്കെ തന്നെ ആയിരിക്കും. അതിനുശേഷം പിന്നെ സ്വീറ്റ് ഷോപ്പിലൊക്കെ പോയിട്ടോ. അവിടെ ഒരു സ്വീറ്റ് ഷോപ്പ് ഉണ്ടായിരുന്നു. വെറൈറ്റി സ്വീറ്റ്സ് കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. മോൾസിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഭാഗമാണ് നമ്മുടെ ലൈഫ് സ്റ്റൈലിലുള്ള ആ ഒരു സ്ഥലം. അത് ഭയങ്കര നല്ല വെറൈറ്റി ഐറ്റംസ് എനിക്ക് അവിടെ നിന്ന് കിട്ടാറുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ആ ഒരു ഇതിൽ കയറാൻ വേണ്ടിയിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നല്ല വെറൈറ്റി ആയിട്ടുള്ള കളക്ഷൻസ് എനിക്ക് അവിടെ നിന്ന് കിട്ടാറുണ്ട്. നമ്മുടെ നാട്ടിൽ നിന്ന് കിട്ടുന്നതല്ല, പുറത്തെവിടെ നിന്ന് ഡെറാഡൂണിൽ നിന്ന് ഡൽഹിയിൽ നിന്നൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരുപാട് കളക്ഷൻസ് കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതൊക്കെ ഈ ഒരു ഇതിൻ്റെ നിന്നാണ് കിട്ടിയത്. അങ്ങനെ നടന്ന് സമയം പോയത് അറിയില്ല കേട്ടോ. ഇതുപോലുള്ള സ്ഥലത്ത് വന്നാൽ സത്യം പറഞ്ഞാൽ എനിക്ക് നേരം കാലമൊക്കെ മറന്നു പോകും. നോക്കി നടന്ന് അങ്ങനെ നമ്മൾ സത്യം പറഞ്ഞാൽ ഒരു 1 hour മേലെ നമ്മൾ അവിടെ കറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതാണ് നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇതിൻ്റെ ഒരു ഏരിയ കാര്യങ്ങളൊക്കെ കാണാനായിട്ട്. നല്ല രീതിയിൽ അവർ ഹൈലൈറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിൻ്റെ പേര് കാര്യങ്ങളൊക്കെ.
നടന്ന് വിശന്നുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു ഫുഡ് കഴിക്കാനായിട്ട് പോവാന്ന്. അപ്പം നമ്മൾ KFC എല്ലാം ഉണ്ട് കേട്ടോ അവിടെ. നമ്മൾ ശ്രീനഗറിൽ KFC ഇല്ലാത്തതുകൊണ്ട് നമ്മൾ എവിടെ കണ്ടാലും കഴിക്കട്ടോ. പക്ഷേ എനിക്ക് ഇന്ന് KFC കഴിക്കാൻ വലിയ ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ ദോശ ഓർഡർ ചെയ്തത്. പുറത്ത് വന്നു കഴിഞ്ഞാൽ എനിക്ക് നോർത്ത് ഇന്ത്യൻ ഫുഡ് കഴിച്ചാൽ വയറ് ഫുൾ കംപ്ലൈൻ്റ് ആവും. അതിപ്പം ഞാൻ കഴിക്കുന്നത് ദോശയാണ്. അപ്പോൾ ഞാൻ ദോശ മേടിച്ച് കഴിച്ചിട്ടോ. കുഴപ്പമില്ലായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നല്ല മുരുമുരുത്ത നമ്മുടെ ഗീ റോസ്റ്റ് ടൈപ്പില്ലേ, ആ ഒരു ടൈപ്പുള്ള ദോശയായിരുന്നു കേട്ടോ. കുഴപ്പമില്ലായിരുന്നു. ഋഷിക്കൂടനും ട്രാവൽ ചെയ്യുമ്പോൾ ഫുഡ് കഴിക്കാൻ ചെറിയ മടിയാണ് കേട്ടോ. അപ്പം ഞാൻ എപ്പോഴും ദോശയാണ് മേടിച്ച് കൊടുക്കുക. പിന്നെ ഏട്ടൻ KFC വാങ്ങിയത്. അപ്പം ഞാൻ അതിലൊന്ന് ടേസ്റ്റ് ചെയ്തു. അത് നമ്മൾ അങ്ങനെയാണല്ലോ, വേണ്ടാന്ന് പറഞ്ഞാലും കിട്ടിയാൽ നമ്മളൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കല്ലോ. വലിയ കുഴപ്പമില്ലാത്ത ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഇവിടുത്തെ KFC ഐറ്റംസ്. KFCക്ക് പിന്നെ എല്ലാ സ്ഥലത്തും എനിക്ക് ഏകദേശം ഒരേ ടേസ്റ്റാണ് കിട്ടിയത്. പക്ഷേ ഇന്ത്യക്ക് വെളിയിൽ വേറെ ടേസ്റ്റാണെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഞാൻ കഴിക്കാത്തതുകൊണ്ട് എനിക്കറിയില്ല. എവിടെ പോയാലും ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ എനിക്ക് അപ്പം റൂമിലോട്ട് ഓടണം കേട്ടോ. അപ്പം സ്വാഭാവികമായും നമ്മുടെ ഫുഡ് അടി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയിട്ടോ. അപ്പോഴത്തേക്കും രാത്രി ആയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളൊരു ഊബർ ബുക്ക് ചെയ്ത് റൂമിൽ